ഹലോ, വെൽക്കം ബാക്ക് ടു ഫൈസ് വേൾഡ്. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്ക്വാഷ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന നമ്മുടെ ചുമന്ന ചെമ്പരത്തി ഇല്ലേ, അത് വെച്ചിട്ട് നല്ലൊരു സ്ക്വാഷ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇവിടെ ചെമ്പരത്തി ഉണക്കിയതാണ് കേട്ടോ. ചെമ്പരത്തി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ റെഡ് 4 ഇതളുള്ള ചെമ്പരത്തി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഉണക്കി കിട്ടുന്നത് കേട്ടോ. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഉള്ളതാണ്. അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്കും BP ചെറുക്കാനും വെയ്റ്റ് ലോസ് ഡയറ്റിലും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ല ഒരു സ്ക്വാഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനും, തൊണ്ടവേദന മാറ്റാനും, റെക്കറൻറ്റ് ഇൻഫെക്ഷനായിട്ട് തൊണ്ടവേദന വരുന്നത് മാറ്റാനും, PCOD ഡയറ്റിനും, അതുപോലെ നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ റെഗുലർ ആക്കാനും, IBS അതായത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം മാറ്റാനും, നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനും എന്നിനെന്ന് വേണ്ട സകല ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തി. അത് വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു സ്ക്വാഷ് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് നമുക്ക് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഒരു നാരങ്ങ വേണം, ഒരു നാരങ്ങയും പിന്നെ നമ്മുടെ ഉണങ്ങിയ ചെമ്പരത്തി പൂവും പിന്നെ കുറച്ച് പഞ്ചസാരയും മാത്രം മതി ഈ ജ്യൂസ് ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് ജ്യൂസ് വാങ്ങിക്കുന്നതിന് പകരം ഇങ്ങനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ഹെൽത്തിന് വളരെ ഉപയോഗപ്രദമായ ഒരു സ്ക്വാഷാണ് കേട്ടോ ഇത്. നമുക്ക് ഇതുണ്ടാക്കാം. ആദ്യം നമുക്കൊരു കടായി വേണം, അത് അടുപ്പത്ത് വെക്കണം. അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിൽ വെള്ളം ഒഴിക്കണം. പിന്നെ നമ്മുടെ ഈ ഉണങ്ങിയ ചെമ്പരത്തി പൂവില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് അതിൻ്റെ നമ്മുടെ ഉണങ്ങിയ ചെമ്പരത്തിയല്ലേ, നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പുറത്തായത് കാരണം ആ ചെമ്പരത്തി ലഭ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡ്രൈഡ് ഹിബിസ്കസ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ നാടൻ ചെമ്പരത്തി വെച്ചിട്ട് വീട്ടിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ 3-4 ചെമ്പരത്തി പൂ പറിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉണക്കിയ ചെമ്പരത്തി പൂവിന് പകരം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂ ഉള്ളവർ അങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് തിളപ്പിക്കണം. നല്ല തിളപ്പിക്കുമ്പോൾ നല്ല കളർ അതിൽ നിന്ന് ഇറങ്ങും കേട്ടോ. നാട്ടിലുള്ള ചെമ്പരത്തി അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് വെക്കുന്ന ചെമ്പരത്തിക്ക് ഇത്ര കളർ ഉണ്ടാവത്തില്ല. അതിനായിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും. അറിയാമല്ലോ, നമ്മുടെ കെമിസ്ട്രി അതായത് ആസിഡും ആൽക്കലിയും കൂടെ ചേർന്നുണ്ടാവുന്ന റിയാക്ഷനാണ് ഇത്. അപ്പോൾ നല്ല കളറുണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല കളറാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. നല്ല കളറിൽ നമുക്കത് കിട്ടും. ഈ ജ്യൂസ് കുടിക്കാനും കുട്ടികൾക്ക് ഇഷ്ടമാവും. നല്ല കളറായതുകൊണ്ട് കുടിക്കാനും ഇഷ്ടമാവും. അതുമാത്രമല്ല, നമ്മൾ ഈ സ്ക്വാഷിന് നമ്മുടെ ഒരു നാരങ്ങ അതായത് ലെമൺ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് ആയത് കാരണം കുട്ടികൾ കുടിച്ചോളും. നല്ല ഹെൽത്തി ബെനിഫിറ്റുമാണ്. അവരുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാനും ഒക്കെ നല്ലൊരു സ്ക്വാഷാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച് നല്ല കളറ്, ആ ചെമ്പരത്തി ഡ്രൈഡ് ഹിബിസ്കസിൽ നിന്നൊക്കെ നല്ലതുപോലെ അതിൻ്റെ കളറ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ചെമ്പരത്തിയൊക്കെ മാറ്റി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളപ്പിക്കണം. ഇനി വേണം നമുക്കിതിൽ നമ്മുടെ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ച് ഒന്ന് അരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ തരി ഉള്ളത് കാരണം ഞാനിത് അരിച്ച് വെച്ചതാണേ. അപ്പോൾ വെച്ചിരുന്ന നാരങ്ങ നീരും പിന്നെ നമ്മൾ പഞ്ചസാര വേണം നമ്മുടെ ആവശ്യത്തിന്, മധുരത്തിനനുസരിച്ച്. അത് കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു നമ്മുടെ തേനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരും. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതാണ് കേട്ടോ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ആ പരുവ്, ഒരുപാട് നേരമൊന്നും തിളയ്ക്കുകയൊന്നും വേണ്ട. കുറച്ച് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നൂൽപ്പരുവം കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ തിളച്ച് തുടങ്ങിയിട്ടില്ല. കുറച്ച് ഒരുപാട് കൈവിടാതെ ഇളക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് നോർമലി അതായിക്കൊള്ളും. ഒരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഏതാണ്ട് ഒരുവിധം സ്പൂണ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്.
ഇപ്പോൾ തന്നെ ആൾറെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് കോരിയെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു വെറും വെള്ളം പോലെയല്ല, അറിയാമല്ലോ നൂൽപ്പരുവ് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഒരു കട്ടി കൂടി കാണും. അതായത് നമ്മുടെ പഞ്ചസാര ഇട്ട് ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ പരുവത്തിൽ. നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കത്തില്ല കണ്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുന്ന പരുവം ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് നോക്കി, ഇപ്പോൾ കറക്റ്റ് നൂൽപ്പരുവായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്ക്വാഷാണ് കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വെച്ചാൽ ഒരു 2 ആഴ്ച വരെ പുറത്തിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് അങ്ങനെയും സൂക്ഷിക്കാം, എങ്ങനെ വേണോ സൂക്ഷിക്കാം. ഈ സമയത്ത് ഏലക്ക ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവർ ആയിരിക്കും. ഞാനിപ്പോൾ ഏലക്ക ഇടുന്നില്ല, ഇവിടെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഏലക്ക ഇടുന്നതും നല്ല ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഏലക്ക കൂടി ഇടാം കേട്ടോ ഈ അവസരത്തിൽ. നല്ല തിളച്ച് വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ ആ ഒരു ഏലക്കയുടെ ടേസ്റ്റ് കൂടെ വരും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല പരുവമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ കാണുന്നുണ്ടോ ആ നൂൽപ്പരുവത്തിൽ വീഴുന്ന കണ്ടോ. ഇതാണ് കേട്ടോ പരുവം. കറക്റ്റ് നൂൽപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് 10-15 മിനിറ്റ് നമുക്കതിനെ തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ചിട്ട് നമുക്കൊരു ഗ്ലാസ് കുപ്പിയിൽ, നല്ല നനവൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് കുപ്പിയിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സ്റ്റോർ ചെയ്ത് പുറത്തും വയ്ക്കാം. അതുപോലെ തന്നെ 2 ആഴ്ച വരെ പുറത്തും ഇരിക്കും. അത് കഴിഞ്ഞ് വേണമെന്നുള്ളവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഒട്ടും നനവിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇത് പൂത്തു പോവും. അറിയാമല്ലോ. ഇന്ന് ഇത് ഉപയോഗിക്കുന്ന രീതി അറിയാമല്ലോ. ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തിട്ട് അതിൽ 2 സ്പൂണ് നമ്മുടെ ഇതിൽ നിന്ന് 2 സ്ക്വാഷ് ഒഴിക്കുക. പിന്നെ തണുത്ത വെള്ളം, ഐസ് വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമില്ല ഉള്ളവർക്ക് ഐസ് ഇടാത്തതല്ല, സാധാ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. സെയിം നമ്മുടെ നാരങ്ങ വെള്ളം പോലെയുള്ളൂ, അത്ര ടേസ്റ്റാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അറിവുകൾ നേടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. ബൈ.